ചങ്ങലയിൽ ബന്ധിച്ച അടിമയാം സ്ത്രീയെ താൻ പെറ്റ കുഞ്ഞിനെ വിട്ടിട്ടു ദൂരെ വീടേക്കു കൊണ്ടുപോകുന്നു. മരവിച്ച മനസ്സിന്റെ ഉടമയാമതമർ, മരവിച്ച മനസ്സിന്റെ ഉടമയാമതമർ, മനുഷ്യരെ വിൽക്കുന്ന വാങ്ങുന്ന കമ്പോളങ്ങൾ. കൈപ്പറ്റ ഹാബേലിന്റെ പൂർവികൻ. നാട്ടുകാവലിനായി തെക്കുംകൂർ രാജാവ് ഹാബേലിന്റെ പൂർവികരെ പന്തളത്തു നിന്നും മല്ലപ്പള്ളിയിൽ കൊണ്ടുവന്നു. ഇടുമറ്റൂർ കോയിക്കൽ തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള ദേശമായിരുന്നു അന്ന് മല്ലപ്പള്ളി. രുദ്രൻ നായരോ, എന്തുണ്ട് വിശേഷം? തമ്പുരാനെ, ഇല്ലവക ക്ഷേത്രത്തിലെ പറയെടുപ്പും എഴുന്നള്ളത്തുമാണല്ലോ ഇന്ന്. ഇവിടുത്തെ കോവിലകത്ത് നിന്നാണല്ലോ പറയെടുപ്പ് തുടങ്ങേണ്ടത്. അതെ, ഈ മല്ലപ്പള്ളി ദേശത്തിന്റെ അധികാരികൾ എന്ന നിലയിൽ എഴുമറ്റൂർ കോയിക്കൽ നിന്നും തന്നെയല്ലേ പറയെടുപ്പ് തുടങ്ങിയത്? അല്ല, എന്തായി ഒരുക്കങ്ങൾ? തമ്പുരാനെ, ഇടം വേണ്ടി ആനയും പരിവാരങ്ങളും ഇതാ എത്തും. ഇതാ ആനയ്ക്ക് കൊടുക്കൂ, ആനയ്ക്ക് കൊടുക്ക. കിഴക്കേ പറമ്പിൽ നിന്നും ആനയ്ക്ക് കൊടുക്കാൻ ആവശ്യത്തിന് പനോലകൾ വെട്ടിയെടുത്തോളൂ, കൊണ്ട് വെട്ടിക്കോളൂ. ഇങ്ങോട്ട് മാറാനേ കേശവാ, ഇങ്ങോട്ട് മാറാനേ. രുദ്രൻ തെക്കുംകൂർ രാജാവിന്റെ കൽപ്പന പ്രകാരം നാടുകാവലിനായി ഒരു കൂട്ടം അടിമകൾക്ക് കൈപ്പറ്റയിൽ അഭയം കൊടുത്തിട്ടുണ്ട്. ആ അടിമകളെ ആർക്കാണ് നൽകിയിരിക്കുന്നത്? ആ ഭാഗത്തുള്ള ക്രിസ്ത്യാനിയായ ഒരു മോഡയിൽ പോത്തച്ചൻ എന്നയാൾക്ക് ഈ അടിമകളെ നാം കൊടുത്തിരിക്കുകയാണ്. കൃഷികാര്യങ്ങളും നോക്കാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്. തമ്പുരാനെ, ഈ ഉള്ളവന്റെ ഒരു കണ്ണും അവരുടെ മേൽ വെച്ചുകൊള്ളാം. അങ്ങനെയാവട്ടെ, രുദ്രന് പോകാം. അടിമ പലിശകൾ പണിയെടുക്കണമെങ്കിൽ ഈ കള്ളക്കാളകൾക്ക് അടിയുടെ രുചി അറിയണം. മെങ്കിലേ ഒക്കും. ചാതുർവർണ്ണയത്തിന്റെ സനാതന ആചാരങ്ങൾ നിലനിർത്തണമെങ്കിൽ അല്പം കൂടി ജാഗ്രത പാലിച്ചേ പറ്റൂ. മിഷണറിമാരുടെ എഴുത്തുകളിലൂടെ കേരളത്തിലെ ജാതി അടിമത്വവും കീഴാള ജാതികളുടെ തീവ്രമായ അടിമത്താനുഭവങ്ങളും 19-ാം നൂറ്റാണ്ട് മുതൽ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അടിമത്ത പീഡനത്തിന്റെ തീവ്രത ഏറ്റവും അധികം ദൃശ്യമായത് തിരുവിതാംകൂറിലെ പുലയ ജാതികളുടെ ജീവിതങ്ങളിലായിരുന്നു. ചരിത്രത്തിൽ ഒരിടത്തും സമാനത ദർശിക്കാത്ത വിധം കന്നുകാലികളെ പോലെ കുടുംബത്തെയോ സത്വത്തെയോ തെല്ലും വകവയ്ക്കാതെ അവരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. അവരെ ചങ്ങലക്കിട്ട് മർദ്ദിക്കാനും ജീവൻ അപഹരിക്കാൻ പോലും അധികാരമുണ്ടായിരുന്ന ഉടമകൾ
എല്ലുമൊഴി പണി ചെയ്ത അവരുടെ അധ്വാനത്തിന് ജീവൻ നിലനിർത്താനുണ്ടെന്ന തരത്തിൽ മാത്രം പരമാവധി കുറഞ്ഞ കൂലിയാണ് നൽകിയിരുന്നത്. അതുപോലെ അകറ്റി നിർത്തപ്പെട്ടതും ജാതി വ്യവസ്ഥയുടെ ഭാഗമായി തീണ്ടലിന് വിധേയമായിരുന്നതുമായ ഏക അടിമക്കൂട്ടം കേരളത്തിലേതായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മല്ലപ്പള്ളിയിലെത്തിയ അടിമക്കൂട്ടങ്ങൾ കാട്ടുമൃഗങ്ങളുടെയും അതിനേക്കാൾ ക്രൂരന്മാരായ യജമാനന്മാരുടെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി അധ്വാനിച്ചു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ആദി അടിമ ദമ്പതികൾക്ക് 1816 ദൈവത്താൻ ജനിച്ചു. ജാതിയുടെ പേരിൽ നിലനിന്നിരുന്ന എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി ദൈവത്താൻ വളർന്നു വന്നു. അങ്ങനെയിരിക്കെ നമ്പൊരു തുള്ളൽ എന്ന ഉത്സവ ദിനം കടന്നു.
ഇനി നിനക്കെന്താടാ കുഴപ്പം? അളിയന്റെ പണ്ടിലും അസൂര അറിയുമ്പോഴാ പിന്നെ അതല്ല ദൈവത്താത്മകനെ ഒന്ന് നോക്കാൻ കൂടെ വേണം. അതുകൊണ്ടാ വസൂരി അത് വന്ന് എത്താൻ കൊണ്ട് കൈതക്കാട്ടി കിട്ടണം. അങ്ങനെ കൂട്ടിക്കൊണ്ട് വേണം ഞാനുള്ള സമയം കളയുന്നത്. കൂലി വെട്ടി കുറച്ച് കൊടുക്കണം.
എന്താ വായിടുന്നത്? അവളെ കണ്ടെന്റെ കുഞ്ഞി. അവൻ പാടത്ത് പോയി. അവന്റെ പെണ്ണിന് വസൂരിയല്ലേ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നടി. എനിക്ക് നീരമല്ലേ, പിന്നെങ്ങനെ കുടി കിടക്കും? നമുക്ക് പുറത്ത് കിടത്താം, പുറത്ത് കിടത്താം. ദൈവത്താലേ, ഇവിടെ ദൈവത്താലേ, ഇങ്ങോട്ട് വന്നേടാ. ഒരു പൊട്ടയോ ഒച്ചാലോ എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വാടാ, വാടാ. ദൈവത്താലേ, നമ്മുടെ കണ്ണിന്റെ കുഞ്ഞ് കാക്കേ പല്ലും കാറ്റാതെ നോക്കിക്കോണേ. നോക്കിക്കോളൂടാ. അപ്പ പോവാണേ, പണിക്ക് പോവാണേ, നോക്കിക്കോണേ. പിന്നെ പകലന്തിയോളം മുലപ്പാലു കിട്ടാതെ പൊള്ളുന്ന വെയിലേറ്റു കൂടയിൻ കീഴിൽ പടിഞ്ഞാറു സൂര്യനുറങ്ങുന്ന നേരത്തും ആ പിഞ്ചു കുഞ്ഞു കേഴുന്നു, ആ പിഞ്ചു കുഞ്ഞു കേഴുന്നു. കൂട്ടിരിക്കും ചേട്ടനാം ബാലൻ അറിയാതെ നിദ്രയിലാണ്ടുപോയി. ക്ഷണിക്കാതെ വന്നെത്തും ഉറുമ്പിന്റെ കൂട്ടങ്ങൾ കൂടയിലുറങ്ങും കുഞ്ഞു ജീവൻ കവർന്നു, കൂടയിലുറങ്ങും കുഞ്ഞു ജീവൻ കവർന്നു.
കണ്ടുപോകരുത്. തുടങ്ങി കാലദോഷം തന്നെ. എന്താടാ നമ്മുടെ കുട്ടന്റെ രണ്ട് പശുവിന് വന്ന് ചത്തുപോയി നമ്മളാ. ഞാൻ വിചാരിച്ചു കൈപ്പറ്റക്കുഞ്ഞ് പറഞ്ഞുപോയി. നമ്മളാ എന്താ ചെയ്യും നമ്മളാ? ആദി, ഞാൻ പറയുന്നത് ഒരു പായം പൊതിഞ്ഞ് എഴുതിയെടുത്ത് കൈതക്കാട്ടിൽ കൊണ്ട് കത്തിച്ച് കളയണം. ഇങ്ങനെ ചെയ്യണ്ടേ നമ്മളാ? എടാ, നിന്റെ ചെവിക്കാത്തന്നോടാ കളിമണ്ണോ? പറഞ്ഞതുപോലെ പോയി ചെയ്യടാ. ഓരോരോ മെനക്കെട്ടവന്മാര് വന്നേക്കുന്നു. ഈ അടിമകളുടെ ശവങ്ങൾ മണ്ണിനൊരു ദുരിതമായി മാറുകയാണല്ലോ. ഈ മസൂരി കോളറ അത് വളരുന്നെങ്കിൽ ശരിയായേനെ. ആ, വീടുകളിൽ വെച്ച് കാണാം. പൃഥ്വിൻ കരാളാസ്തങ്ങൾ പിടിച്ചെടുത്ത സ്ത്രീയെ പൊതിഞ്ഞൊരു വായിൽ അവസാനമായി വിടരുന്ന ഇടറുന്ന കണ്ടങ്ങളായി വിടരുന്ന ഇടറുന്ന കണ്ടങ്ങളായി
ഓം ദേവതേ സ്വാഹ സ്വാഹ വ്രം ഗമ വ്രം ഗമയ സ്വാഹ 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 ദേവതേ. നീ ചെയ്യുന്ന ഈ പ്രവൃത്തി തെറ്റാണ്. ജീവനുള്ള ദൈവം വേറെ അതിനെ ആരാധന. എന്തിനാണ് ആ വഴി കയറിയെന്ന് ചോദിച്ചാൽ തമ്പ്രാക്കന്മാരെ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് വായിച്ചു. എന്തിനാണ് അദ്ദേഹം വലിയ വഴി നടക്കാൻ പോയത്? ചതിച്ചല്ലോ. ആയുധഭ്യാസം പഠിപ്പിച്ചത് അപ്പോൾ ദേഹത്തിന് ശക്തി ഉണ്ടല്ലേ, മനസ്സിന് ശക്തി ഉണ്ടാവും. ഞാൻ പഠിപ്പിച്ചതുപോലെ നീ പറയണം, ചെയ്യണം. എവിടെ നിന്ന് അരിക്ക് കൈ കൊടുത്ത് കാലകത്തി ഇടം തിരിഞ്ഞ് വലം തിരിഞ്ഞ് കൈ ഉയർത്തി കുനിഞ്ഞാൻ മറന്ന് നിവർന്നു നിന്ന് പുറകോട്ട് ചവിട്ടി കൈ നീട്ടി വൃത്തി ചുട്ടി ഇടിക്കണം. മടക്കോരി പോയി ആട്ടവും പാട്ടും കൂട്ടരോടൊത്ത് നീ അഭ്യാസം പഠിക്കും. മകളെ, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി തെറ്റാണ്. ജീവനുള്ള ദൈവം വേറെ അതിനെ ആരാധന. അഴീപ്പെണ്ണേ, അഴീപ്പെണ്ണേ, ഇച്ചിരി വെള്ളം കൊണ്ടുവാ. മാനത്തുനിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അങ്ങനത്തെ ഒച്ചയല്ല പെണ്ണേ, ഇത് വേറെ ഏതോ ഒരു ശബ്ദമായിരിക്കും കേട്ടത്. നമ്മുടെ ദൈവങ്ങൾ ശരിയല്ല. വേറെ ശക്തിയുള്ള ദൈവമുണ്ട്, അതിനെ പൂജിക്കണം. അതല്ലടി അഴകി, വേറെ എന്തോ ആണ്.
മകനെ, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി തെറ്റാണ്. ജീവനുള്ള ദൈവം വേറെ അതിനെ ആരാധന. Thank you for this wonderful morning. Good morning. Good morning, Reverend George Matthew. Coffee. Nice coffee. Welcome. നേരം പോലേരും നേരത്തു തമ്പ്രാനെത്തും പാടത്ത് ഞാറു നടന്നൊരു കാലം ഇതാണ്. ക്രാങ്ങളെ ഊട്ടി ഉറക്കി കിടത്തിട്ടു വേണം ഏനും എനിക്കെന്റെ കെട്ടിയൊരു പാടത്തു പോവാൻ.
തന്നാര തന്നാര തന്നാരോ തന്നാര തന്നാര തന്നാരോ സൂര്യനെറിഞ്ഞിറങ്ങിയിരുന്ന നേരത്തുപോലും പാടത്ത് വേലകൾ ചെയ്യണം പൊന്നോ കൂരയിലുടക്കി കിടത്തിയ പ്രാണിളയോർത്ത് ഉള്ളത്തിൽ ആദ്യം പൊന്നു പൊന്നോ നേരം പോയി പണി ചെയ്യടി പെണ്ണേ ഇല്ലെങ്കിൽ കൂലിയിൽ നാഴി കുറവ് വരുത്തും തമ്പ്രാനും ശിങ്കിടിമാരും വരമ്പത്തു നിൽപ്പൂ ഏനകളടിമകൾക്കായി തുണയാരുമില്ലേ. I was enjoying the song coming from outside. Oh, that is wonderful song from Battlefield. വയലിനാരുടെ പാട്ടാണ് ഞാൻ കേട്ടത്. Not too bad. Okay, I can understand. But I witnessed a very brutal scene today in the field, which I had never seen before. You mean? Yes. A poor man is used to plow the field with an ox. നിലം ഉഴുന്നൊരു മനുഷ്യനെ തന്നോടൊപ്പം കെട്ടി നിൽക്കും. I wonder why the government people are not paying any attention to these kind of anti-human elements. Good morning, both of you. Good morning, Ralph Foxer. Good morning. I think you are very happy as the guest of Reverend George Mathan. Of course, I'm very glad to see you today. കൃഷിയിടങ്ങളിലെ അർത്ഥങ്ങൾ നേരിൽ കണ്ട റവന്യ രാഗങ്ങൾ വളരെ നേതൃസ്ഥാനം. In 1847, elders and serious missionaries had submitted a plea to the Travancore government to abolish slavery, but they failed. അതെ, ഉത്തരവിട്ടുന്ന മഹാരാജനാണ് മിഷണറിമാർ അടിമത്തം നിരോധിക്കാൻ നിവേദനം നൽകിയത്. പക്ഷേ ഫലം കണ്ടില്ല. May I put forward some suggestions before you both? Why not? We are so eager to learn that. Ron Foxworth, Ron George Mathen, we should start work among these poor people, these so-called slaves. Arithmetic ideals, സുവിശേഷവേല ചെയ്യണം. Mr. Prusha, അങ്ങയുടെ സഹായം പ്രതീക്ഷിക്കുന്നു. Especially your sincere cooperation. Surely, I shall fund for the initial expenses before I move. അതുപോലെ പഠിപ്പിക്കാനുള്ള തുടർന്ന് തരാം. ആദ്യം എഴുത്ത് പഠിക്കുന്നവർക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് വാങ്ങിക്കൊടുക്കാനുള്ള ക്യാഷ് തരാം. Praise the Lord for your wonder ways. അടിമകളുടെ ഇടയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കേണ്ടത് മഹാനീതിമാനായ ദൈവങ്ങൾ ഞങ്ങളുടെ സന്താനപദങ്ങളിൽ വഴികാട്ടിയായിരിക്കണം. And then, okay, my good friends, may God bless us. ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. See you all later. Another word. George Mathan, അടിമ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ? അടിമ സ്കൂളുകൾ ആരംഭിച്ച് വിദ്യാഭ്യാസം നടത്തുന്നത് നന്നായിരിക്കില്ലേ? Of course. അവർക്കായി ആരാധനാലയങ്ങളും രൂപീകരിക്കണം. പക്ഷേ അവർ പാർക്കുന്ന പ്രദേശ സ്ഥലങ്ങൾ ജന്മിമാരുടെ കൈവശമാണ്. അവർ ഭൂമി വിട്ടു തരികയില്ല. ഭൂമി വില കൊടുത്ത് വാങ്ങുന്നതിന് മിഷനോട് ഫണ്ടിന് അപേക്ഷിക്കാം. ഫണ്ട് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാ ദിവസം. ഇന്ന് തന്നെ വേല നമുക്ക് ആരംഭിക്കാം. ബഹുമാനവും അച്ഛന്മാർക്കും വന്ദനം. എവിടെയാ കണ്ട മതം വന്ന കാര്യം പറയും. ഞാൻ ദൈവത്തെ കൈപ്പറ്റത്തിൽ നിന്ന് വരുന്നു. ഞാൻ ചെരാതി ദൈവത്താന്റെ ഭാര്യ സഹോദരൻ കൈപ്പറ്റയിൽ നിന്ന് തന്നെ വരുന്നു. ഓക്കെ ഇപ്പോൾ ഓർക്കുന്നു. മദ്രാസിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് തോമസ് ബെൽട്രി മല്ലപ്പള്ളി സന്ദർശിച്ചപ്പോൾ കലാപരിപാടികൾ നയിച്ചത് നിങ്ങൾ ആയിരുന്നു. ഓ,
that these people are artists. കലാകാരന്മാർ ആണല്ലേ? നാട്ടിലെ പല ഗവൺമെന്റിലും ഞങ്ങൾ പാട്ടും നൃത്തവും ഒക്കെ നടത്താറുണ്ട്. ബിഷപ്പ് ഡെൽട്രിയുടെ കൂടെ ഇവർ കുറെ നാളുകൾ സഞ്ചരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു കാര്യം ഉണർത്താനാണ്. പറയൂ, കേൾക്കട്ടെ. ഞങ്ങൾ ക്രിസ്തുമതത്തിൽ ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടർക്ക് അക്ഷരം പഠിക്കണമെന്നും ആഗ്രഹമുണ്ട്. Thank you, Lord, the Almighty. ജോർജ് മാത്തൻ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അതെ അതെ, ദൈവത്താൽ ചെരാതി ഞങ്ങൾ നടത്തുന്ന അടിമ സ്കൂളിൽ നിങ്ങളെ ചേർക്കാം. സമയവും സ്ഥലവും പിന്നീട് പറയാം. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ കൂട്ടരും തീർച്ചയായും വരാം. ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന വലിയ കരുണയ്ക്ക് നന്ദി. നന്ദി എന്നോടല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് നന്ദി പറയേണ്ടത്. പറ്റില്ല. അടിമക്കൂട്ടങ്ങൾ അടിമപ്പള്ളിക്കൂടത്തിൽ അക്ഷരം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാപത്താണ്. എവിടെ പോയതാടി? ഇനി മേലാൽ അവിടെ പോയേക്കരുത്. പൊക്കോ. എവിടെ പോയതാടാ രണ്ടും കൂടെ? അടിമ സ്കൂളിൽ പഠിക്കാൻ പോയത്. ഈ പ്രായത്തിൽ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്? കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴാ രണ്ടിന്റെ പഠിത്തം. പിന്നെ പാടത്താര് കാവല് പോവണ? ഞങ്ങൾ പോയിട്ട് വരാം നമ്മളാ, ഞങ്ങൾ പോയിട്ട് വരാം. ഇന്ന് പോയതിരിക്കട്ടെ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്തുവാടാ എന്നിട്ട് പഠിച്ചത്? അതൊക്കെ കളവാടാ. കന്യാമറിയം, തോമാസ് ലീഗ, ഇതൊക്കെയാടാ ദൈവങ്ങള്. മനസ്സിലായോ? ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഇഞ്ച മുള്ളിട്ട് വലിച്ചാൽ പഠിക്കുന്നുള്ളൂ. എങ്ങോട്ടാടാ സഫാരി? പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ.
നേരം ഇന്ന് സംസാരിക്കാനാടാ? ശരിക്കും സംസാരിക്കാൻ പഠിച്ചു വരുന്നേ അവിടെ നോക്കടാ. നാളെ നേരം വെളുക്കുമ്പോഴേ പോളാം. നിന്റെ ഒന്നും ഔദാര്യം വേണ്ട. നീയൊക്കെ ഞങ്ങളുടെ അടിമകളാണ്, അടിമകള്. മനസ്സിലായോ? അതറിയാം. പ്രാണൻ കിടക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ കൂലി തരുന്നുള്ളൂ. അതിന് എല്ലും കൂടെ ഞങ്ങൾ പണിയും ചെയ്യുന്നുണ്ടല്ലോ. സർവ്വത പറയുന്ന വേണ്ട. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ മിഷണറിമാരുണ്ട് ഞങ്ങളുടെ കൂടുതൽ, നിയമസഹായമുണ്ട് ഞങ്ങൾക്ക്. പേടിപ്പിക്കലടാ നായ്ക്കളെ. ഞങ്ങളുടെ ഒരു കൊച്ചിനെ ഇഞ്ചമുള കൊണ്ട് വലിഞ്ഞു മുറുക്കി അവിടെ തൊലി വിരിച്ചു. ഇത് ഞങ്ങളുടെ ചോരയാ. നീ ഇത് ആവർത്തിച്ചാൽ തമ്പ്രാന്റെ ചോര വീഴും, ഉറപ്പാ. മേലെ ആകാശം, താഴെ ഭൂമി, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഇത് ഞങ്ങളുടെ മണ്ണ. വഴി മാറി തമ്പ്രാ. ഇതിങ്ങനെ വിട്ടുകൂടാ. കരപ്രമാണികളെ കാണണം, മുച്ചൂടും അടിച്ചൊതുക്കണം. ഇത് സുറിയാനിക്കെതിരെ മാത്രമുള്ളതല്ല, എല്ലാ പ്രമാണിമാർക്കും എതിരെയുള്ളതാണ്. സമയം കളയണ്ട. നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. നമ്മുടെ സഭകളിൽ നിങ്ങൾ ഒരുപാട് പേർ കുറെ നാളുകളായി പഠിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ബാപ്റ്റിസം, ജനനം, സ്നാനം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നു. തൽക്കാലം ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയാം. ഓക്കെ, അത് മതി. ഞങ്ങൾ കണ്ടും കേട്ടും വായിച്ചുമുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഓർക്കുന്നുണ്ട്. മതി. ഞാൻ ചോദിക്കുന്നവർ ഉത്തരം പറയണം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? അദ്ദേഹം നമ്മളെ രക്ഷിക്കും. അദ്ദേഹം ദൈവമോ മനുഷ്യനോ? ദൈവം ക്രിസ്തു ആരെ രക്ഷിക്കാനാണ് ലോകത്തിലേക്ക് വന്നത്? ദൈവത്താനോടും ചിരാതിയോടും ചോദിച്ച 76 ചോദ്യങ്ങൾക്ക് അവർ തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകി. റവറൻ ഓക്സ്ഫോർഡ് ഇരുവരുടെയും അരകയും വിശ്വാസത്തിലും സന്തോഷവാനാകുകയും അവർക്ക് തിരിസ്നാനം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. പ്രക്ഷുബ്ധമായ പ്രകൃതിയെ തരണം ചെയ്ത് കൈപ്പറ്റക്കുന്നിലെത്തിയ റവറൻ ഓക്സ്വർത്തും റവറൻ ജോർജ് മാർട്ടനും അവിടെ കാത്തുനിന്ന ദൈവത്താന്റെയും ചിരാതിയുടെയും കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുന്നു.
ക്രിസ്തു ഈ ആളുകൾക്ക് സ്നാനം നൽകുന്നതിനും ക്രിസ്തുവിന്റെ കൽപ്പനപ്രകാരം അവർ ക്രിസ്തുവിന്റെ അവയവങ്ങളും ദൈവത്തിന്റെ മക്കളും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മുദ്രയിടുന്നതിനും ആകും. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള വിളി നിങ്ങൾ ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റു പറയുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുകയും ചെയ്യും. ഈ വിശ്വാസത്തിൽ സ്നാനപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിച്ച് ജീവകാലം മുഴുവൻ നടപ്പാൻ പരിശ്രമിക്കുമോ? അങ്ങനെ ചെയ്യും. ഹാബേൽ, ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ ആരാധനാലയം കത്തിച്ചു വെണ്ണീറാക്കിയത്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായി രക്ഷണ കണ്ടത്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഉറവയുള്ള ദേവാലയങ്ങൾ കത്തിക്കാം. ഞങ്ങൾക്ക് നശിക്കാൻ കഴിയില്ല.
നിരവധി മാറ്റങ്ങൾ കേരള സമൂഹത്തിൽ അനുഭവവേദ്യമായി. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണം, ജാതി തിരിച്ചുള്ള സ്കൂളുകൾ നിർത്തലാക്കാനുള്ള സമ്മർദ്ദം, ചൂഷണത്തിനെതിരെ ഉണ്ടാകുന്ന പ്രതിരോധങ്ങൾ, കലകളുടെ അഭ്യാസം, ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്മാറണമെന്ന ചിന്ത, പൊതുസ്ഥലങ്ങളിൽ ലഭിക്കുന്ന സ്വതന്ത്ര വികാരം, വർണ്ണവിവേചനത്തിനെതിരെയുള്ള ശാക്തീകരണം എന്നീ കാരണങ്ങളാൽ CSI മഹായിടവകയുടെ ചരിത്രത്തിലും ദലിത് ചരിത്രത്തിലും സമാനതകളില്ലാത്ത വ്യക്തിയായി ഹാബിൾ പിതാവ് ശിരസുയർത്തി നിൽക്കുന്നു. ആ മഹാനുഭാവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ നമിക്കാം. മറക്കരുത് ചരിത്ര സത്യങ്ങൾ. ആ സ്മരണകൾ നമ്മെ ആത്മാഭിമാനത്തിന്റെയും പുരോഗമനത്തിന്റെയും തിരിച്ചറിവുകളുടെയും പാതയിലൂടെ മുന്നോട്ട് നയിക്കട്ടെ. സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ പൊടിയുവാൻ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനീശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനീശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ശുദ്ധരാകുവിൻ, ശക്തരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവാൻ. ശുദ്ധരാകുവിൻ, ശക്തരാകുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവാൻ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ പൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ പൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം.